ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫൈനലി ദ ഡേ ഈസ് ഹിയർ. ഇന്നാണ് നമ്മളൊക്കെ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന IPL 2026ലെ ഓരോ ടീമുകളുടെയും റീറ്റൻഷൻ ലിസ്റ്റ് പുറത്തുവിടുന്ന ഡെഡ് ലൈൻ ആയിട്ടുള്ള ദിവസം. കഴിഞ്ഞ സീസണിലൊക്കെ കളിച്ച അവരുടെ ആ ഒരു പ്രധാനപ്പെട്ട കോർ അങ്ങനെ തന്നെ നിലനിർത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇന്നത്തെ മിനി ഓപ്ഷനിൽ പങ്കെടുക്കുന്ന ചില ടീമുകൾ ഉണ്ടെങ്കിൽ കൂടി ചില വമ്പൻ താരങ്ങളെ റിലീസ് ചെയ്യാൻ ഒരുങ്ങി പുറപ്പെടുന്ന ചില ടീമുകളുമുണ്ട്. സുഹൃത്തുക്കളെ, വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് IPLുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ഫേക്ക് ന്യൂസും പ്രചരിപ്പിക്കുന്ന വാർത്തകളും മാധ്യമങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ വിശ്വാസയോഗ്യമായിട്ടുള്ള വാർത്തകൾ, പ്രധാനമായും ESPN ക്രിക്കിൻഫോയും ക്രിക്ബസും ഒക്കെ നൽകിയിട്ടുള്ള വാർത്തകൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ധൈര്യമായിട്ട് കൂടെ കൂടിക്കോളൂ. ഒരിക്കലും ഈ ഒരു ചാനൽ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഏതായാലും ക്രിക്ബസ് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട മുംബൈ ഇന്ത്യൻസിന്റെ ഒരു അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ, കഴിഞ്ഞ സീസണിൽ റിയാൻ റിക്കൽട്ടന് പകരം അവസാനത്തെ കുറഞ്ഞ മത്സരങ്ങളിൽ മുംബൈ ഇന്ത്യൻസ് റീപ്ലേസ്മെന്റ് ആയിട്ട് കൊണ്ടുവന്ന താരമായിരുന്നല്ലോ ജോണി ബെയർസ്റ്റോ. അദ്ദേഹത്തെ മുംബൈ ഇന്ത്യൻസ് റീറ്റെയിൻ ചെയ്യുമെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ വിൽ ജാക്സിനെ റിലീസ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ക്രിക്ബസ് നൽകിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ LSGയുടെ പ്രധാനപ്പെട്ട റീറ്റൻഷൻ ലിസ്റ്റിൽ മായങ്ക് യാദവിനെ അവർ നിലനിർത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷേ രവി ബിഷ്ണോയ്, ഡേവിഡ് മില്ലർ, ആകാശ് ദീപ്, ഷാമർ ജോസഫ് പോലെയുള്ള പ്രധാന 4 താരങ്ങളെ അവർ റിലീസ് ചെയ്തേക്കുമെന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നു. യെസ്, അതൊരു വലിയ അപ്ഡേറ്റ് തന്നെയാണ്. KKRലേക്ക് വരികയാണെങ്കിൽ, കഴിഞ്ഞ സീസണിൽ അവരെ നയിച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ അവർ പുറത്താക്കിയേക്കും, റിലീസ് ചെയ്തേക്കുമെന്നുള്ള വാർത്തകൾ ആദ്യമൊക്കെ പുറത്ത് വന്നെങ്കിൽ കൂടി, പക്ഷേ ഇപ്പോൾ അജിങ്ക്യ രഹാനെ KKR നിലനിർത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ക്വിന്റൻ ഡിക്കോക്കിനെയും ആൻഡ്രിക് നോർക്കയെയും KKR റിലീസ് ചെയ്തേക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെങ്കടേഷ് അയ്യറിനെയും അവർ റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു മിനി ഓപ്ഷനിലേക്ക് വിടാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നതും. നിലവിലെ IPL ചാമ്പ്യന്മാരായിട്ടുള്ള RCBയിലേക്ക് വരികയാണെങ്കിൽ, അവരുടെ എക്സ്പെക്റ്റഡ് റിലീസ് ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ, അതായത് അവർ ഒഴിവാക്കാൻ സാധ്യതയുള്ള താരങ്ങളിലേക്ക് നോക്കുമ്പോൾ മയങ്ക് അഗർവാൾ, ലിയാം ലിവിങ്സ്റ്റൺ, ബ്ലെസിക് മുസർബാനി, അതേപോലെ റാസിക് ദാർ, ഈ 4 താരങ്ങളെയും RCB ഒഴിവാക്കിയേക്കും അല്ലെങ്കിൽ റിലീസ് ചെയ്തേക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ലിവിങ്സ്റ്റണിനെ RCB റിലീസ് ചെയ്യുമെന്നുള്ളത് ക്രിക്ബസിനെ കൂടാതെ ESPN ക്രിക്കിൻഫോ കൂടി പറയുന്നുണ്ട്. അപ്പോൾ ലിവിങ്സ്റ്റൺ ഏതായാലും RCBയിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. രാജസ്ഥാൻ റോയൽസ് എക്സ്ക്ലൂസീവായിട്ട് അവരെ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള താരങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ, ലുവാൻഡ്രെ പ്രെറ്റിറോസ്, അതുപോലെ തന്നെ മഹീഷ് ദീക്ഷണ, ഫസലഹ് ഫാറൂഖി, ക്വനെ മപ്പാക്കെ, ഈ 4 താരങ്ങളെയും രാജസ്ഥാൻ റോയൽസ് റിലീസ് ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. PB കേസിലേക്ക് വരികയാണെങ്കിൽ, തീർച്ചയായിട്ടും ഗ്ലെൻ മാക്സ്വെലിനെ അവർ റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. CSKക്ക് ഗ്ലെൻ മാക്സ്വെലിൽ ആദ്യം താല്പര്യമുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നെങ്കിൽ കൂടി, ഇപ്പോൾ CSK അത്തരത്തിലൊരു നീക്കം പരിശോധിക്കുന്നില്ല എന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. ഏതായാലും ഇതൊക്കെ നമുക്ക് ഏറെക്കുറെ വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹെൻറി ക്ലാസിനെ SRH ഏതാണ്ട് നിലനിർത്തും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഇന്ന് റീറ്റൻഷൻ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ ഇതിലപ്പുറം എന്തെങ്കിലും വലിയ ടെസ്റ്റുകൾ ഇനിയും സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.